Hi all, welcome to JLearn Speak English. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എ ആൻഡ് ദി അല്ലെങ്കിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നോക്കൂ, എ ആൻഡ് ദി എന്നും പറയും, ദ എന്നും പറയും. അതെന്തുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നതെന്ന് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ എയും ആനും രണ്ടും ഒരേ അർത്ഥമുള്ള സാധനങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. എക്കും ആനും ഒരു എന്ന് പറയുന്ന മലയാളത്തിലെ വാക്കിന്റെ അർത്ഥമാണുള്ളത് ഒരു. അപ്പൊ എവിടെയാണ് എയും ആനും മാറി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വാച്ച്, ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, ഒരു മനുഷ്യൻ, ഒരു രാജ്യം, എന്തും, ഒരു സിനിമ എന്ന് പറയാൻ വേണ്ടിയിട്ടും എ അല്ലെങ്കിൽ ആനാണ് ഉപയോഗിക്കുക. എപ്പോഴാണ് എയും ആനും മാറി ഉപയോഗിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പഠിക്കാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എ ഇ ഐ ഒ യു എന്താണത്? എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് വവൽ അക്ഷരങ്ങളാണ്. ഇംഗ്ലീഷിൽ 5 വവൽ അക്ഷരങ്ങളാണുള്ളത്. അത് എ ഇ ഐ ഒ യു ആണ്. പക്ഷെ എ ഇ ഐ ഒ യു അല്ല ഇതിനെ തീരുമാനിക്കുന്നത്, അതിൻ്റെ സൗണ്ടുകളാണ്. ഓക്കെ, വവൽ അക്ഷരങ്ങൾ എത്രയുണ്ട്? വവൽസ് 5 ആണ്. എ ഇ ഐ ഒ യു ആരോട് ചോദിച്ചാലും പറയും എ ഇ ഐ ഒ യു ആണ് വവൽ എന്ന് പറയും. പക്ഷെ വവലല്ല നമുക്കിവിടെ ഒരു കാര്യമായിട്ട് വേണ്ടത്. എന്താണ്? വവലിന്റെ സൗണ്ട് ആണ് ഇതിനെ തീരുമാനിക്കുന്നത്, എ ആണോ ആൻ ആണോ എന്നത്. അപ്പോൾ വവലിന്റെ സൗണ്ട് എന്താ? എയുടെ സൗണ്ട് എന്താ? എയുടെ സൗണ്ട് എ എന്നല്ല, എയുടെ സൗണ്ട് ആ എന്നാണ്. ആ, അമേരിക്ക. ആ, അമേരിക്ക എന്നല്ല പറയാ, അമേരിക്ക എന്നാണ് പറയാ. ഈയുടെ സൗണ്ട് എന്താ? ഈയുടെ സൗണ്ട് ഇ എന്നല്ല, ഈയുടെ സൗണ്ട് എ എന്നാണ്. എലിഫന്റ്, എൻറ്റർ, എക്സിറ്റ്, എൻട്രി, ഇതിനൊക്കെ എ എന്നുള്ള സൗണ്ടാണ് വരിക. അപ്പോൾ എയുടെ സൗണ്ട് ആ, ഈയുടെ സൗണ്ട് എ എന്നാണ്. ഓക്കെ, അപ്പോൾ വവൽ സൗണ്ടുകളാണ് നമ്മൾ നോക്കേണ്ടത്. എ ഇ ഐ ഒയുടെ സൗണ്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആ, എ. ഐയുടെ സൗണ്ട് എന്താണ്? ഐയുടെ സൗണ്ട് പലരും ഐ എന്ന് തന്നെയാണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഐയുടെ സൗണ്ട് പക്ഷേ ഇ എന്നാണ്. ഓർക്കാൻ എളുപ്പമാണ്. നമ്മുടെ രാജ്യം എന്താണ്? ഇന്ത്യ. ഇന്ത്യ എന്നല്ല പറയാ, ഇന്ത്യ എന്നാണ് പറയാ. അപ്പോൾ ആ, എ, ഇ. ഐയുടെ സൗണ്ട് ഇ എന്നാണ്. ഓയുടെ സൗണ്ട് എന്താണ്? ഓയുടെ സൗണ്ട് ഒ തന്നെയാണ്. ഒ, ഒ. ഇനി യുവിന് പലതരം സൗണ്ടുകൾ വരുന്നുണ്ട്. യുവിന് മിക്കപ്പോഴും ആ എന്നുള്ള സൗണ്ടാണ് വരിക. അങ്കിൾ, അപ്സ്റ്റേഴ്സ്, അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. ആ, യു പി, ആ, പ്, അപ്പ്. അപ്പൊ ആ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. ചില സ്ഥലത്ത് ഊ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഊബർ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പേരൊക്കെ വരുമ്പോൾ ഊ ആണ് വരിക. ഉക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ. അപ്പൊ അവിടെയൊക്കെ ഊ എന്നുള്ള സൗണ്ടാണ് വരിക. ആളുകളുടെ പേരൊക്കെ വരുമ്പോൾ ഉമ്മർ എന്നൊക്കെ വരുമ്പോഴും ഊ എന്നുള്ള സൗണ്ടാണ് വരിക. ഇതാണ് നമ്മളുടെ വവൽ സൗണ്ടുകൾ. അപ്പൊ അത് എളുപ്പം നമുക്ക് ഓർക്കാം. എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ് പഠിച്ച പോലെ തന്നെ നമ്മൾ എന്തും പഠിക്കണം. ആ, എ, ഇ, ഒ, വീണ്ടും ആ തന്നെയാണ്. ഊ എന്നും കൂടെ പഠിക്കുക. ആ, എ, ഇ, ഒ, ഊ ഇങ്ങനെ പഠിക്കുക. എ ഇ ഐ ഒ യു, ആ, എ, ഇ, ഒ, ഊ. ആ, എ, ഇ, ഒ, ഊ ചൊല്ലി പഠിക്കുക. ആ, എ, ഇ, ഒ, ഊ. എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പഠിക്കുന്നത്. 20 വവൽ സൗണ്ടുകൾ ഉണ്ട്. പക്ഷെ ഈ 20 വവൽ സൗണ്ടുകളും ഇതിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആയ്, ഓയ് ഇതൊക്കെ വവൽ സൗണ്ടുകളാണ്. ഇത് എന്താണ്? ഐലൻഡ് എന്ന് നമ്മൾ പറയില്ലേ, ദ്വീപ്. ദ്വീപിന്റെ സ്പെല്ലിംഗ് എന്താ? ഐലൻഡ് ആണ് ദ്വീപ്. ഐലൻഡിന്റെ സൗണ്ട് എന്താ? ആയി എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ആയി എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. ആയി എന്നുള്ള സൗണ്ടാണ് വരിക, അല്ലെ? അപ്പൊ ആയി ഒരു വവൽ സൗണ്ടാണ്. പക്ഷെ ആയി ഒരു വവൽ സൗണ്ടാണ് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ആ എന്നുള്ള സൗണ്ടിലാണ് ആയി തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ ആ, എ, ഇ, ഒ, ഊ പഠിച്ചാൽ തന്നെ നമുക്ക് ബാക്കി 20 വവൽ സൗണ്ടുകളും എളുപ്പം മനസ്സിലാക്കാം. അപ്പൊ എ ആൻ തീരുമാനിക്കുന്നത്, എ വേണോ ആൻ വേണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു എന്നുള്ളൊരു അർത്ഥം നമുക്ക് വേണം. പക്ഷെ എ ആണോ ആൻ ആണോ നമ്മൾ എഴുതേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? വവൽ സൗണ്ടുകളാണ്. അത് എത്ര ഉണ്ട്? 5 വവൽസ് ഉണ്ട്. അതിന്റെ സൗണ്ടാണ്. 20 വവൽ സൗണ്ടുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് എളുപ്പത്തിന് ആ, എ, ഇ, ഒ, ഊ എന്ന് പഠിച്ചാൽ മതി. എ ഇ ഐ ഒ യുവിന്റെ സൗണ്ടുകൾ എന്താണ്? ആ, എ, ഇ, ഒ, ഊ. അപ്പൊ നോക്കൂ, ഇതെന്താണ്? ആപ്പിൾ. ആ എന്നുള്ള സൗണ്ടാണ് വന്നത്. എയുടെ സൗണ്ട് ആ എന്നാണ്. ആ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ ആ എന്ന് പഠിക്കുക. ആ അല്ലെങ്കിൽ ആ. അപ്പോൾ ഈ സൗണ്ടുകൾ വന്നാൽ വവൽ സൗണ്ടുകളാണ് വരുന്നതെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്.
അതാണ് നിയമം. വവൽ സൗണ്ടുകൾ വന്നാൽ ആൻ എന്ന് ഉപയോഗിക്കാം. അപ്പൊ എന്താണ്? ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ. ഒരു ആപ്പിൾ എന്ന് പറയണമെങ്കിൽ എ ആപ്പിൾ അല്ല, ആൻ ആപ്പിൾ. കാരണം ആ എന്നുള്ള സൗണ്ടിലാണ് ആപ്പിൾ തുടങ്ങുന്നത്. അപ്പോൾ ആ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഇ ഒ ഉ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ ഒരു എന്ന് പറയാൻ ആൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കൂ. പെൻ, പേന. പേന എന്ന വാക്ക് തുടങ്ങുന്നത് ഏത് സൗണ്ടിലാണ്? പാ എന്ന സൗണ്ടിലാണ്. പാ എന്ന സൗണ്ട് ആയതുകൊണ്ട് അത് എ ഇ ഒ ഊല് വരുന്ന സൗണ്ട് അല്ല, പ അല്ല. അപ്പൊ അതുകൊണ്ട് എ മതി. അപ്പോൾ എ പെൻ. ഒരു പേന എന്ന് പറയാൻ എ പെൻ. നമ്മൾ ഈ പലപ്പോഴും എ ഇ ഐ ഒ യു ആണ് വവൽ സൗണ്ടുകളും തെറ്റിദ്ധരിച്ച് ഈ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇപ്പൊ എക്സ്റേ, എക്സ്റേ, എക്സ്റേ ഫിലിം നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമല്ലോ ഹോസ്പിറ്റലിൽ. എക്സ്റേ, ഒരു എക്സ്റേ എന്ന് പറയാൻ നമ്മൾ എ ആണോ ആൻ ആണോ ഉപയോഗിക്കേണ്ടത്? ആലോചിക്കൂ. നമ്മൾ അക്ഷരമല്ല എടുക്കണ്ടേ. അക്ഷരം ഈ എ ഇ ഐ ഒ യു അക്ഷരങ്ങളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? എ എക്സ്റേ എന്ന് പറയും. പക്ഷെ അത് തെറ്റാണ്. എ എക്സ്റേ അല്ല. കാരണം എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആദ്യം വരുന്ന സൗണ്ട് എന്താ? എ എന്നുള്ള സൗണ്ടാണ് വരിക അല്ലേ? എ എക്സ്, എ. അപ്പൊ എ എന്നുള്ള സൗണ്ടിൽ തുടങ്ങുന്നത് കൊണ്ട് എ എന്നുള്ള ഈയുടെ സൗണ്ടാണ് എ. എ ഇ ഒ ഉ എന്നാണ് നമ്മൾ പഠിച്ചത്. എ അതിലെ എ എന്നുള്ള സൗണ്ടിലാണ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുക അല്ലേ? എക്സ് എന്നുള്ള സൗണ്ട് അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എന്താകും? അതുകൊണ്ട് ആൻ എക്സ്റേ എന്നാണ് പറയേണ്ടത്. ആൻ എക്സ്റേ. ഒരു എക്സ്റേ എന്ന് പറയാൻ ആൻ എക്സ്റേ. അപ്പൊ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ലെറ്റേഴ്സ്, അക്ഷരങ്ങളല്ല, വവ്വൽ അക്ഷരങ്ങളല്ല നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ സൗണ്ട് ആയിട്ടുള്ള എ ഇ ഒ ഉ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആൻ എക്സ്റേ എന്നാണ് പറയുക. ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവകലാശാല അല്ലെ? സർവകലാശാല, ഒരു സർവകലാശാല എന്ന് പറയാൻ എ ആണോ ആൻ ആണോ എടുക്കണ്ടേ? നമ്മുടെ പഴയ ബുദ്ധിയിലാണെങ്കിൽ എ ഇ ഐ ഒ യു നോക്കും, യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ യു എന്ന സൗണ്ട് വരുന്നതുകൊണ്ട് ആൻ യൂണിവേഴ്സിറ്റി എന്ന് എഴുതാൻ തോന്നും. പക്ഷെ യൂണിവേഴ്സിറ്റി യു എന്നുള്ള സൗണ്ടിലാണ് തുടങ്ങുന്നത്. യു എന്ന അക്ഷരത്തിലല്ല, യു എന്ന സൗണ്ടിലാണ് തുടങ്ങുന്നത്. യൂണിവേഴ്സിറ്റി എന്നല്ലേ പറയാ? യൂണിവേഴ്സിറ്റി. യു വവൽ സൗണ്ട് ആണോ? അല്ല. വവൽ അക്ഷരമാണ്, പക്ഷെ വവൽ സൗണ്ട് ആണോ? അല്ല. വവൽ സൗണ്ട് എന്തൊക്കെയാണ്? എ ഇ ഒ ഉ. അതിൽ യു വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കല്ല. അപ്പൊ ആൻ യൂണിവേഴ്സിറ്റി എന്നല്ല ഇവിടെ എഴുതേണ്ടത്, എ യൂണിവേഴ്സിറ്റി എന്നാണ് എഴുതേണ്ടത്. ഇത് നോക്കൂ, എക്സ്റേയിൽ തുടങ്ങിയ ഒരു കാര്യം, എക്സ് എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങിയ ഒരു കാര്യത്തിന് ആൻ വന്നു. കാരണം എന്താ? എക്സ് എന്ന് പറയുമ്പോൾ എ എന്നുള്ള സൗണ്ടിലാണ് തുടങ്ങുന്നത്. എ ഇ ഒ ഊയിലെ എ എന്നുള്ള സൗണ്ട് വവൽ സൗണ്ടാണ്. അതുകൊണ്ട് ആൻ എന്ന് നമ്മൾ ഉപയോഗിച്ചു. യൂണിവേഴ്സിറ്റി എന്ന വാക്ക് വവൽ അക്ഷരമാണ് കാര്യം, പക്ഷെ എന്താണ്? വവൽ സൗണ്ട് അല്ല. വവൽ സൗണ്ട് ആണോ അല്ലയോ എന്നതാണ് എ അല്ലെങ്കിൽ ആൻ ആകുന്നതിന്റെ മാനദണ്ഡം. അപ്പോൾ വവൽ സൗണ്ട് അല്ല എന്നതുകൊണ്ട് നമ്മൾ എന്താക്കി? എ ആക്കി. അപ്പോൾ ആൻ എക്സ്റേ, എ യൂണിവേഴ്സിറ്റി. ഈ ഒരു കാര്യം ഓർത്താൽ നമുക്കറിയാം എ ഇ ഐ ഒ യു അല്ല നമ്മൾ എടുക്കേണ്ടത്. എന്താണ് എടുക്കേണ്ടത്? എ ഇ ഒ ഉ. എ ഇ ഐ ഒ യുവിന്റെ സൗണ്ട് ആയിട്ടുള്ള എ ഇ ഒ ഉ എന്നുള്ള സൗണ്ടുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പോൾ ആൻ എക്സ്റേ, എ യൂണിവേഴ്സിറ്റി, ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഒരുപാട് സ്റ്റുഡൻസ് യൂട്യൂബിൽ നിന്നൊക്കെ ചേർന്നിട്ടുണ്ട്. അവരൊക്കെ പഠിച്ചു പോയിരുന്നു, പഠിച്ചു കഴിഞ്ഞവരുണ്ട്. പലരും വിദേശത്തുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ വിദേശത്തുള്ള സ്റ്റുഡൻസിന് അവരുടെ സമയത്ത്, നമുക്കറിയാം ക്ലോക്കിൽ വ്യത്യാസമുണ്ട്, അവരുടെ സമയത്ത് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കുറവുള്ള ഒരാളാണെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 499 രൂപയ്ക്ക് നമ്മുടെ കോഴ്സിൽ ചേരാവുന്നതാണ്. വാട്സാപ്പ് വഴിയുള്ള കോഴ്സാണ്, ഞാൻ എടുക്കുന്ന കോഴ്സ് തന്നെയാണ്. ഓക്കെ, വാട്സാപ്പ് വഴിയുള്ള കോഴ്സ് ഉണ്ട്. അതിലും നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാവുന്ന കോഴ്സാണ്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ വാട്സാപ്പിൽ വരും. അത് നോക്കി നിങ്ങൾ പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ട്രെയിനറോട് ചോദിക്കുക. ഡെയിലി അസൈൻമെൻറ്റ് ഉണ്ടാകും. അസൈൻമെൻറ്റ് ചെയ്തിട്ട് ട്രെയിനർക്ക് അയക്കുക. ട്രെയിനർ അത് നോക്കി നിങ്ങളുടെ പഠനം വിലയിരുത്തും. തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. നിങ്ങൾക്കൊരു ക്ലാസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്തു തരും. ഇതൊക്കെ വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത്. രാവിലെ ക്ലാസ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അന്നത്തെ ക്ലാസ് കേട്ടാൽ മതി. ഓഡിയോ ക്ലാസ് ആയിട്ടും വീഡിയോ ക്ലാസ് ആയിട്ടും ഒക്കെ തന്നെയാണ് വരിക. ഒപ്പം നോട്ട് ഉണ്ടാകും, പേഴ്സണൽ ട്രെയിനറും ഉണ്ടാകും. ആകെ വരുന്നത് 499 രൂപ മാത്രമാണ്.
അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ്. 1999 ആണുള്ളത്. 60 ക്ലാസ്സുകളാണ് വരുന്നത്. ജെയ്ലേൺ ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 60 ക്ലാസ്സുകൾ കിട്ടും. അതിന് 1999 ആണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ട്രെയിനറായിട്ട് സംസാരിച്ച് പഠിക്കണം. ഞാനടക്കമുള്ള ട്രെയിനേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ട്രെയിനറായിട്ട് സംസാരിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് സംസാരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകളെ പറ്റി അറിയാം, ചേരാം. 499 രൂപയുടെ കോഴ്സ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അടിസ്ഥാനം മുതൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, 1999 വീഡിയോ കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ എയും ആനും നമ്മൾ കണ്ടു കഴിഞ്ഞു. എ ആൻ കണ്ടു. എയും ആനും എന്താണ്? ഒരു എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ്. എ ഇ ഐ ഒ യു എന്ന വവ്വൽ അക്ഷരങ്ങളുടെ സൗണ്ട് ആയിട്ടുള്ള എയുടെ സൗണ്ട് എന്താണ്? ആ എന്നാണ്. ആ. ഇയുടെ സൗണ്ട് എന്താണ്? എ എന്നാണ്. എ. ഐയുടെ സൗണ്ട് എന്താണ്? ഇന്ത്യ. ഇ എന്നാണ് സൗണ്ട് വരുന്നത്. ആ, എ, ഇ. ഓയുടെ സൗണ്ട് ഓ തന്നെയാണ്. ഓ. യുടെ സൗണ്ട് ആ എന്നും വരുന്നുണ്ട്. ആ എന്നും വരുന്നുണ്ട്. അപ്പ്, അപ്സ്റ്റേഴ്സ്. ഉ എന്നും വരുന്നുണ്ട്. ഉ, ഊബർ. അതും കൂടി നമ്മളൊന്ന് നോക്കിയേക്കൂ. ഉ എന്നതും ചിലപ്പോൾ ആൻ ഊബർ എന്നാണ് പറയുക. എ യൂബർ, ആൻ ഊബർ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ആ, എ, ഇ, ഒ, ഉ അല്ലെങ്കിൽ ആ. ഈ സൗണ്ടുകളാണ് വരുന്നതെങ്കിൽ, എന്തുപയോഗിക്കണം? ആൻ ഉപയോഗിക്കണം. അപ്പോൾ ആൻ ആപ്പിൾ, ആൻ എലിഫന്റ്, ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയാൻ ഇന്ത്യൻ പൗരൻ, സിറ്റിസൺ പൗരനാണ്. ആൻ ഇന്ത്യൻ സിറ്റിസൺ. ആൻ ഓറഞ്ച്. അതുപോലെ തന്നെ ആൻ ആപ്പിൾ. ഓക്കെ, ആ യു വെച്ച് തുടങ്ങുന്ന ആ എന്ന് വരുന്ന മറ്റെന്ത് കാര്യമാണെങ്കിലും ആ എന്നുള്ള സൗണ്ടാണ് വരിക. അപ്പോൾ ആൻ അപ്സ്റ്റേഴ്സ് റൂം. അപ്സ്റ്റേഴ്സിലുള്ള ഒരു മുറി എന്ന് പറയാൻ ആൻ അപ്സ്റ്റേഴ്സ് റൂം. അപ്പോൾ ഇതാണ് എ ഇ ഐ ഒ യു, അതിൻ്റെ സൗണ്ടുകളായിട്ടുള്ള ആ, എ, ഇ, ഒ. അവർക്കാണെങ്കിൽ ആൻ, ഒരു എന്ന് പറയാൻ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. ആൻ ആപ്പിൾ, ആൻ എലിഫന്റ്, ആൻ ഇന്ത്യൻ സിറ്റിസൺ, ആൻ ഓറഞ്ച്. ഓക്കെ, അല്ലാത്തവർക്കൊക്കെ എന്താണ്? കോൺസണൻസ് എന്ന് പറയും. വവ്വൽ അല്ലാത്തതൊക്കെ കോൺസണൻസ്. അതായത് പ, ബ, ഡ, ക ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ കോൺസണൻസ് സൗണ്ടുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്ന് പറയാൻ എന്താണ്? നമുക്കറിയാവുന്ന പോലെ എ പെൻ, എ ബോൾ, എ ഡോഗ്, എ ഗോട്ട്, എ നൈഫ്, എ ഡെസ്ക്. ബാക്കി ഏത് സൗണ്ടുകളും, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബാക്കി ഏത് സൗണ്ടുകളാണെങ്കിലും ഒരു എന്ന് പറയാൻ നമുക്ക് അതിന് മുമ്പിൽ ഒരു എന്ന് ചേർക്കണമെന്നുണ്ടെങ്കിൽ എ ചേർത്താൽ മതി. ഓക്കെ, എ ചേർത്താൽ മതിയാകും. അതേസമയം ബാക്കി സൗണ്ടുകൾ ആ, എ, ഇ, ഒ, ഉ ഈ സൗണ്ടുകൾ മാത്രം 20 സൗണ്ടുകളുണ്ട്. പക്ഷെ നമുക്ക് സൗകര്യത്തിന് ഇത്രയും പഠിച്ചാൽ മതി. ആ, എ, ഇ, ഒ, ഉ ഈ സൗണ്ടുകൾക്ക് മുൻപിൽ ഒരു എന്ന് ചേർക്കണമെങ്കിൽ എന്ത് വേണം? ആൻ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് എയും ആനും തമ്മിലുള്ള വ്യത്യാസം. ഇനി മറക്കരുത്, ആൻ എക്സ്റേ എന്ന് ഓർക്കുക, എ യൂണിവേഴ്സിറ്റി എന്ന് നോക്കുക. ആൻ എക്സ്റേ, എക്സ് ആണ് വരുന്നെങ്കിലും എക്സ് എന്നുള്ള സൗണ്ട് എയിൽ തുടങ്ങുന്നു എന്നതുകൊണ്ട് ആൻ എക്സ്റേ ആകുന്നു. യൂണിവേഴ്സിറ്റി യു എന്ന സൗണ്ടിൽ തുടങ്ങുന്നു. യു എന്നത് വവൽ സൗണ്ട് അല്ലാത്തത് കൊണ്ട് നമ്മൾ എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ദി അല്ലെങ്കിൽ ദായാണ്. പലർക്കും സംശയമുള്ള കാര്യമാണ്. എപ്പോഴാണ് ദി, THE എവിടെയാണ് ചേർക്കേണ്ടത്? നമുക്ക് വിശദമായി പഠിക്കാം. THE രണ്ട് രീതിയിൽ ഇത് ഉച്ചരിക്കും. ദി എന്നും പറയും, ദ എന്നും പറയും. എപ്പോഴാണ് അത്? ആ പറച്ചിലുള്ള പ്രൊനൗൺസിയേഷനിലുള്ള വ്യത്യാസമുള്ളൂ, ഉച്ചാരണത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. എഴുതുമ്പോൾ ഒരേ സ്പെല്ലിംഗ് ആണല്ലോ. ഉച്ചാരണത്തിൽ എപ്പോഴാണ് വ്യത്യാസം വരുന്നതെന്ന് പറയാം. അത് ഇതുപോലെ വവൽ സൗണ്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ എന്തായാലും ഈ THE, ദി അല്ലെങ്കിൽ ദ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് അതിലും പ്രസക്തമായിട്ടുള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യം. ദി അല്ലെങ്കിൽ ദ എന്ന ഈ THE എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകമായി എടുത്തൊരെണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകമായിട്ട് എടുത്ത ഒരെണ്ണത്തിനെ കാണിക്കാൻ, ചൂണ്ടിക്കാണിച്ച് പറയാൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ THE, ദി അല്ലെങ്കിൽ ദ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ ദി ഉപയോഗിക്കും. അപ്പൊ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എത്ര പ്രസിഡന്റ് ഉണ്ട് ഇന്ത്യയിൽ? ഒരാളേ ഉള്ളൂ. അപ്പൊ ഇന്ന പ്രസിഡന്റ്, ആ പ്രസിഡന്റ് എന്ന് എടുത്ത് പറയുമ്പോൾ നമ്മൾ
THE ദായാണ് ഉപയോഗിക്കുക. ഓക്കെ, ദി അല്ലെങ്കിൽ ദ. അപ്പം എടുത്ത് ചൂണ്ടിക്കാണിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ THE ദി ഉപയോഗിക്കും. ഇവിടെ ഞാൻ സൗകര്യത്തിന് ദി തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ എങ്കിലും നമ്മൾ ദി ഉപയോഗിക്കും. ഓക്കെ, അപ്പം ദ സൺ, സൂര്യൻ എത്ര ഉണ്ട്? ദ സൺ, ദ സൺ. പൊതുവെ നമ്മൾ പറയുമ്പോൾ ദ സൺ എന്ന് പറയും. ഒരുപാട് സൂര്യന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സൂര്യൻ എന്ന് മാത്രം പറയണമെങ്കിൽ എ സൺ എന്ന് പറയും. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ സൂര്യൻ എന്ന് പറയുകയാണെങ്കിൽ ദ സൺ എന്നാണ് പറയുക. കാരണം നമ്മൾ ഒരു സൂര്യനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നമ്മൾ ചൂണ്ടിക്കാണിച്ച് എടുത്ത് പറയുകയാണ്. ദ സൺ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ പ്രസിഡന്റ്, ദ പ്രസിഡന്റ്. കാരണം ഒരു പ്രസിഡന്റേ ഉള്ളൂ, അപ്പോൾ ദ പ്രസിഡന്റ്. അതുപോലെ എന്ത് കാര്യവും നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ദ അല്ലെങ്കിൽ ദി എന്നുള്ള സൗണ്ട് വരുന്ന THE ചേർക്കണം. നമുക്കത് നോക്കാം. ഇപ്പം ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഡാഷ് യൂണിവേഴ്സിറ്റി ഈസ് ക്ലോസ്ഡ്. ഈസ് ക്ലോസ്ഡ് ക്ലോസ്ഡ് ആണ്, ഈസ് എന്ന് പറഞ്ഞാൽ ആണ്. ഡാഷ് യൂണിവേഴ്സിറ്റി ഈസ് ക്ലോസ്ഡ് ടുഡേ, ഇന്ന് ക്ലോസ്ഡ് ആണ്. ആസ്, കാരണം. ആസ് എന്ന് പറയുന്നത് കാരണം പറഞ്ഞ് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് ഇറ്റ് ഈസ് സൺഡേ. അപ്പോൾ ഇന്ന് മലയാളത്തിൽ ചിന്തിച്ച് നോക്കിയേ. ഇന്ന യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആണ് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട്. അപ്പം ഇന്ന യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആണ് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട്. അപ്പം ഇന്നൊരു സൺഡേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഒരു എന്നുള്ളത് കൊണ്ട് സ് എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ആ എ ഇ ഓയിൽ വരുന്ന സൗണ്ട് അല്ല സ്. അതുകൊണ്ട് ഒരു എന്ന് പറയാൻ നമുക്ക് എ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇവിടെയാണ് ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് അടച്ചേക്കാണ് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് നമ്മൾ പറയുമോ? ഒരു യൂണിവേഴ്സിറ്റി അടച്ചേക്കാണ് നമ്മൾ പറയില്ല. കാരണം നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇന്നൊരു യൂണിവേഴ്സിറ്റി പറ്റിയിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതിനെങ്കിലും ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ദി അല്ലെങ്കിൽ ദായാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദ യൂണിവേഴ്സിറ്റി ഈസ് ക്ലോസ് ടുഡേ ആസ് ഇറ്റ് ഈസ് എ സൺഡേ. കാരണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി നടച്ചേക്കാണ്, ഏതോ ഒരു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി നടച്ചേക്കാണ് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് എന്ന് നമ്മൾ പൊതുവെ പറയില്ല. ആ യൂണിവേഴ്സിറ്റി, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണോ സംസാരിക്കുന്നത്, പറയുന്നത് എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം ഏതോ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ യൂണിവേഴ്സിറ്റി എടുത്ത് പറയുന്നത് കൊണ്ട് എടുത്ത് പറയുമ്പോൾ നമ്മൾ ദ അല്ലെങ്കിൽ ദി ഉപയോഗിക്കണം. ഓക്കെ, എടുത്ത് പറയുമ്പോൾ നമ്മൾ ദ അല്ലെങ്കിൽ ദി ഉപയോഗിക്കണം. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ സോ, സി കാണുക, സോ കണ്ടു. ഐ സോ എന്ന് പറഞ്ഞാൽ ഒരു വരാൻ കാരണം എന്താ? ബ എന്നുള്ള സൗണ്ടാണ് അടുത്തത്. ബ്ലൂ. അപ്പോൾ ബ എന്നുള്ള സൗണ്ട് വവൽ സൗണ്ട് അല്ല. അപ്പോൾ ഐ സോ എ ബ്ലൂ കാർ ആൻഡ് എ റെഡ് കാർ. ഞാനൊരു നീലക്കാറും കണ്ടു, ഒരു ചുമന്ന കാറും കണ്ടു. ഞാനൊരു നീലക്കാറും ഒരു ചുമന്ന കാറും കണ്ടു. എന്നുള്ള സൗണ്ട് എന്തല്ല? വവൽ സൗണ്ട് അല്ല. അതുകൊണ്ട് അവിടെ ഒരു എന്ന് പറയാൻ എ മതി. ഓറഞ്ച് കാർ എന്നൊക്കെ ആയിരുന്നെങ്കിലോ ആൻ ഓറഞ്ച് കാർ എന്ന് പറയേണ്ടി വന്നേനെ. ബയും ആയതുകൊണ്ട് ഒരു എന്ന് പറയാൻ എ മതി. പക്ഷെ അതല്ല നമ്മളിവിടെ പഠിക്കുന്നേ. ഇവിടെ എന്തുകൊണ്ട് ഐ ലൈക്ഡ് ദ ബ്ലൂ കാർ എന്ന് പറയുന്നു? ഐ ലൈക്ഡ് എ ബ്ലൂ കാർ എന്ന് വീണ്ടും പറയാത്തത് എന്താ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്ലൂ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ ഒരു ബ്ലൂ കാർ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നേരത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞ ആ ബ്ലൂ കാർ അല്ലേ, ആ ബ്ലൂ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എടുത്തു പറയുമ്പോൾ ദി ചേർക്കണം. അപ്പോൾ ഐ ലൈക്ഡ് ദ ബ്ലൂ കാർ. ഐ ലൈക്ക് ദ ബ്ലൂ കാർ. എനിക്ക് ആ ബ്ലൂ കാർ ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ? നേരത്തെ സൂചിപ്പിച്ച ആ ബ്ലൂ കാർ, നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തെ നമ്മൾ എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ ആ ബ്ലൂ കാറിനെ എടുത്തു പറയുകയാണ്. എടുത്തു പറയുമ്പോൾ നമുക്ക് ദ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ എടുത്തു പറയുന്നില്ല. ഞാൻ ഒരു ബ്ലൂ കാറും ഒരു റെഡ് കാറും കണ്ടു എന്നേ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് ആ ബ്ലൂ കാറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ എന്നുള്ള മലയാളത്തിൽ തന്നെ നമുക്കുള്ള ഒരു കാര്യമില്ലേ, ആ നേരത്തെ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചത് എടുത്തു പറയുകയാണ് നമ്മൾ. അപ്പോൾ ഏതോ ഒരു എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഒരു എന്നുള്ള അർത്ഥത്തിലല്ല, ഇന്നത് എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോൾ അവിടെ ദ നമ്മൾ യൂസ് ചെയ്യും. ഇനി ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ദ എന്നും ദി എന്നും പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഉച്ചാരണത്തിൽ മാത്രമുള്ള വ്യത്യാസമാണ്. രണ്ടും THE എന്നുള്ള വാക്കുകൾ തന്നെയാണ്. THE. ഇനി ഇതെപ്പോഴാണ് ദി എന്നും ദ എന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ ദി എന്നാണോ ദ എന്ന, ഇത് ദായാണേ. ഓക്കെ, ഇത് ദായാണ്, ഇത് ദി ആണ്. ഓക്കെ, ഇത് എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ ദി ആപ്പിൾ, ഇവിടെ ദ പെൻ. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ദി എന്ന് നമ്മൾ ഉച്ചരിക്കാൻ കാരണം രണ്ട് രീതിയിലാണിത് ഉച്ചരിക്കുക.
ദി എന്ന് ഉച്ചരിക്കും, ദ എന്നും ഉച്ചരിക്കും. ദി, ദ. അപ്പൊ ദി എന്ന് ഉച്ചരിക്കുന്നത് വവ്വൽ സൗണ്ടുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ, എ, ഇ, ഒ, ഉ. ആ, എ, ഇ, ഒ, ഉ. അപ്പൊ ഈ വവ്വൽ സൗണ്ടുകൾക്ക് മുമ്പിലാണ് THE വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ ദി എന്ന് ഉച്ചരിക്കും. അപ്പൊ ദി ആപ്പിൾ, കാരണം ആ എന്ന സൗണ്ട് വവ്വൽ സൗണ്ടാണ്. അതേസമയം പ എന്നുള്ള സൗണ്ടിൽ തുടങ്ങുന്ന പെൻ, പ എന്നുള്ള സൗണ്ട് വവൽ സൗണ്ട് അല്ലാത്തത് കൊണ്ട് നമ്മൾ ദ എന്നുള്ള സൗണ്ടിലാണ് THE പറയുന്നത്. അപ്പോൾ ദി ആപ്പിൾ, ദ പെൻ, ഇത് ഓർത്താൽ മതി. ആ, എ, ഇ, ഒ, ഉ ഇതാണ് ഇതിൻ്റെയും ബേസ്. എയോ ആനോ വേണോ എന്ന് പറയുന്ന പോലെ, പക്ഷേ എയോ ആനോ എഴുതുമ്പോഴും വ്യത്യാസമുണ്ട്. ഇത് എഴുതുമ്പോൾ വ്യത്യാസമില്ല, രണ്ടും THE തന്നെയാണ്, പക്ഷെ ഉച്ചരിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ദി ആ, ദി ആപ്പിൾ, ദി എലിഫന്റ്, ദി ഓറഞ്ച്, ഓക്കെ, ദി ഇന്ത്യൻ, ആ ഇന്ത്യൻ, ഇന്ന ഇന്ത്യൻ എന്നൊക്കെ എടുത്ത് പറയുമ്പോൾ ദി ഇന്ത്യൻ. പ, ബ, ക അങ്ങനെയുള്ള കോൺസണന്റ് സൗണ്ടുകൾക്ക്, വവൽ സൗണ്ടുകൾ അല്ലാത്ത സൗണ്ടുകൾക്കാണെങ്കിലോ ദ പെൻ, ദ ഡോഗ്, ദ ട്രീ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഇന്നൊരു അസൈൻമെന്റ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള അസൈൻമെന്റ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം മുഴുവൻ സെന്റൻസ് ആക്കി നിങ്ങൾ കമന്റ്സിൽ എഴുതുക. അപ്പൊ ഇതൊന്ന് മലയാളത്തിൽ ചിന്തിച്ച് നോക്കൂ. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഡാഷ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ജനറലി ഹെൽപ്സ് ഡാഷ് പേഴ്സൺ ടു ഗെറ്റ് ഡാഷ് ജോബ്. പിന്നെ മലയാളം ഞാൻ പറയാം. ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി പൊതുവെ ഒരാൾക്ക് ഒരു ജോലി കിട്ടാൻ സഹായിക്കും. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുണ്ടാവും. പക്ഷേ ജനറലി എന്ന് പറയുന്നുണ്ട്. പൊതുവേ ഉള്ള ഒരു ഡിഗ്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഡിഗ്രി ഒരാൾക്ക് ഒരു ജോലി കിട്ടാൻ സഹായകമാകും. അപ്പോൾ സൗണ്ടുകൾ ഏതാന്ന് നോക്കുക, ഇത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലതരം കോഴ്സുകളുണ്ട്. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക്സ് തൊട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ട്. വാട്സാപ്പ് വഴിയുള്ള കോഴ്സാണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ 60 ക്ലാസ്സുകൾ അടങ്ങുന്ന കോഴ്സ് അവൈലബിൾ ആണ്. അത് ആപ്പിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. രണ്ടിനും പേഴ്സണൽ ട്രെയിനിങ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ട്രെയിനറായിട്ട് വിളിച്ച് സംസാരിച്ച് പഠിക്കണം. ഇപ്പോൾ വിദേശത്തുള്ളവർ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ളവർ ആരായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അവരെ വിളിച്ച് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് എല്ലാ ദിവസവും. ഓക്കെ, വിളിച്ച് സംസാരിച്ച് പഠിക്കുമ്പോൾ കുറേയും കൂടി എളുപ്പത്തിൽ പ്രാക്ടീസ് കൂടി വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ജെയ്ലേൺ എന്ന സ്ഥാപനം ഒരു എഡ്ടെക് സ്ഥാപനമാണ്. നമുക്ക് ആപ്പ് വഴി ധാരാളം കോഴ്സുകളുണ്ട്. നെറ്റ്, സെറ്റ്, കേറ്ററ്റ്, LP, UP, PSC കോഴ്സുകളുണ്ട്. നമുക്കിപ്പോൾ LDC എക്സാം വരുന്നുണ്ട്, അതിൻ്റെ ബാച്ചുകൾ നടക്കുന്നുണ്ട്. LGS എക്സാം വരുന്നുണ്ട്. കേരള ബാങ്ക് OA അതിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്കിവിടെ കോഴ്സുകളുണ്ട്. വളരെ ചെറിയ ഫീസിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 799 799 രൂപ മാത്രമാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു 70 ഡേ സ്റ്റഡി പ്ലാൻ വച്ചിട്ടുള്ള ഒരു കോഴ്സാണുള്ളത് PSCക്ക്. അപ്പോൾ PSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ ജെയ്ലേൺ PSC എന്നുള്ള ചാനലിൽ പോയാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാം. വീഡിയോസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ 799 മാത്രമേ വരുന്നുള്ളൂ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ്, പേഴ്സണൽ മെൻറ്റർ ഉള്ള ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി റാങ്ക് ലിസ്റ്റിലുള്ള PSCയുടെ റാങ്ക് ലിസ്റ്റിലുള്ള അധ്യാപകരും മെൻറ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്ററായിട്ട് വരുന്നതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സ്ഥാപനം കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്, എറണാകുളം. അപ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിന് അടുത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ 977-828-5055 എന്ന നമ്പറിൽ ബന്ധപ്പെടൂ. താങ്ക് യു.